കേരളത്തിലെ ആനത്തറവാട് ഇതാണ് പുന്നത്തൂർ കോട്ട. ഇപ്പോൾ ആനക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നു. പണ്ടത്തെ പ്രാദേശിക ഭരണാധികാരികളുടെ കോട്ടയായിരുന്നല്ലോ ഇവിടം. അതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ഇവിടെ കാണാം. നോക്കിക്കേ, ഒരു കരിവീരൻ പണി തുടങ്ങി. പനമ്പട്ട എടുക്കുന്നത് പോലെയൊക്കെയുള്ള ദൈനംദിന ജോലികൾ. ഒരിടത്ത് കിടക്കുന്നത് എടുത്ത് മറ്റൊരിടത്തേക്ക് ഇടുന്നു. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകൾ. കണ്ടു നിന്നു പോകും നമ്മൾ. അപ്പോഴതാ തലയെടുപ്പോടെ മന്ദം മന്ദം വരുന്ന ഒരു ഗജവീരൻ. അതെ, തീർച്ചയായിട്ടും ഇവനെ നമുക്ക് ഗജവീരൻ എന്ന് തന്നെ പറയണം. നല്ല ചന്തം. ആ തലയെടുപ്പ്, തുമ്പിൽ കൈയിലെയും നെറ്റിയിലെയും ചെവിയിലെയും ആ നിറം, ഇവയെല്ലാം അവനെ വ്യത്യസ്തനാക്കുന്നുണ്ട്. ഒരു ചെറിയ വലിയ പേടിയോടെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ നിന്നും ഇതെല്ലാം നോക്കി ആസ്വദിക്കുന്നത്. അവൻ്റെ പാപ്പാൻ അവനെ കുളിപ്പിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരൻ തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ ഒരിക്കലും മടുക്കാത്ത ഒത്തിരി ഇങ്ങനെയൊക്കെയുള്ള ആനക്കാര്യങ്ങൾ, ആനക്കാഴ്ചകൾ നമുക്ക് ഇവിടെവിടെയും കാണാം. ഗുരുവായൂർ അമ്പലനടയിൽ ഭക്തന്മാർ നേർച്ചകളായി സമർപ്പിച്ച ആനകളാണ് ഇവിടെ കൂടുതൽ. ഏകദേശം 40-50 ആനകളെയോളം ഇവിടെ കാണാം. ഈ ആനകളെ തന്നെയാണ് അമ്പലത്തിലെ വിശേഷങ്ങൾക്കും മറ്റ് പൂജാതി കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ആനക്കാര്യം ഇങ്ങനെ അറിയാനും കാണാനും ഒത്തിരി. അങ്ങ് ദൂരെ മതപ്പാടുള്ള ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടോ? ഇങ്ങനെ നയനമനോഹരം